കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്ട് ഓഫീസ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി രാജീവ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 3815 കോടി രൂപയുടെ പദ്ധതിയാണ് പാലക്കാട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മൂന്നാം മോദി സർക്കാർ രാജ്യത്താകെ 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ചതിലൊന്നാണ് പാലക്കാട്. പുതുശ്ശേരി സെൻട്രൽ, പുതുശ്ശേരി വെസ്റ്റ്, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലായി 1710 ഏക്കർ സ്ഥലത്താണ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വ്യവസായിക ഇടനാഴിയുടെ പ്രോജക്ട് ഓഫീസ് പാലക്കാട് ഇരട്ടയാലിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ദ്രുതഗതിയിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ 12 എണ്ണം പ്രഖ്യാപിച്ചതിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ഏക സ്മാർട്ട് സിറ്റി ഇതാണ്. അത് നിങ്ങൾ നന്നായി മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് കരാർ അവാർഡ് ചെയ്യാൻ കഴിഞ്ഞു, ടെൻഡർ നടപടി പൂർത്തീകരിച്ചു, സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 42 മാസമാണ് അവരുടെ കരാറിലുള്ളത്. അത് 36 മാസം കൊണ്ട് തീർക്കണം എന്നതാണ് ഞങ്ങളിപ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ള ഭാഗം. പദ്ധതി പൂർത്തിയാകുന്നതോടെ 8729 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 1 ലക്ഷത്തോളം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ 12 വ്യവസായ ഹബ്ബുകളിൽ മുതൽ മുടക്കിൽ 2ാം സ്ഥാനം പാലക്കാടിനാണ്. ഡൽഹി, മുംബൈ ഇടനാഴിയാണ് ഒന്നാമത്. മെഡിക്കൽ, കെമിക്കൽ, ബൊട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ, ഹൈടെക് ഇൻഡസ്ട്രി, നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ, റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് എന്നിവയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കീഴിൽ വരുന്ന വ്യവസായങ്ങൾ. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും കേരള സർക്കാരും ചേർന്ന് രൂപം കൊടുത്ത കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വ്യവസായ ഇടനാഴിയുടെ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ജനം, പാലക്കാട്.